സർക്കാർ രൂപീകരിക്കാൻ നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ക്ഷണിച്ചു. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ ഞായറാഴ്ച വൈകിട്ട് 7:15 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ജനങ്ങൾ നൽകിയ വിശ്വാസത്തെ ബഹുമാനിച്ച് ജനകീയ ഭരണം കാഴ്ചവെക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. 57 മന്ത്രിമാർ പ്രധാനമന്ത്രിക്കൊപ്പം സത്യവാചകം ചൊല്ലും. NDA സഭാകക്ഷി നേതാവായി നരേന്ദ്രമോദിയെ രാവിലെ തെരഞ്ഞെടുത്തിരുന്നു. വൈകിട്ട് രാഷ്ട്രപതിയെ കണ്ട NDA സംഘം പിന്തുണക്കത്ത് കൈമാറി. തുടർന്നാണ് രാഷ്ട്രപതി മന്ത്രിസഭയുണ്ടാക്കാൻ നരേന്ദ്രമോദിയെ ക്ഷണിച്ചത്. 9-ാം തീയതി ഞായറാഴ്ച മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യവാചകം ചൊല്ലും. രാഷ്ട്രപതി ഭവനിലെ ഫോർകോർട്ടാണ് ഇത്തവണയും വേദി. ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസൃതമായി രാജ്യത്ത് വികസനവും അവസര സമത്വവും ഉറപ്പാക്കുമെന്ന് നരേന്ദ്രമോദി തുടർന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. साथियों, NDA सरकार को तीसरी बार देश की सेवा करने का देशवासियों ने आदेश दिया है, अवसर दिया है. मैं देशवासियों का फिर से एक बार ये अवसर देने के लिए हृदय से आभार व्यक्त करता हूं. 57 മന്ത്രിമാർ പ്രധാനമന്ത്രിക്കൊപ്പം സത്യവാചകം ചൊല്ലുമെന്നാണ് വിവരം. ശ്രീലങ്ക, നേപ്പാൾ, മാലദ്വീപ്, മൗറീഷ്യസ്, ഭൂട്ടാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലെ രാജ്യത്തലവന്മാർ സത്യപ്രതിജ്ഞാ ചടങ്ങിന് സാക്ഷിയാകും. NDA സഭാകക്ഷി നേതാവായി തെരഞ്ഞെടുത്തതിന് പിന്നാലെ നരേന്ദ്രമോദി മുതിർന്ന BJP നേതാക്കളെ സന്ദർശിച്ച് അനുഗ്രഹം തേടി. LK അദ്വാനി, മുരളി മനോഹർ ജോഷി എന്നിവരെയാണ് നരേന്ദ്രമോദി വസതികളിലെത്തി കണ്ടത്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനെയും പ്രധാനമന്ത്രി വസതിയിൽ സന്ദർശിച്ചു. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി.